ആദർശിനെ നയനയും കാണുമ്പോൾ ഗോവിന്ദനും കനകയും വന്നിട്ട് ചോദിക്കുകയാണ് നന്ദു എവിടെയെന്ന്. അപ്പോൾ ആദർശ് പറയണ അച്ഛനും അമ്മയും വിഷമിക്കുമെന്നാണ് നവ്യയും നയനയും പറയാതെ ഇരുന്നത്. നന്ദു ഇപ്പോൾ ലോക്കപ്പിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് നന്ദുവിന് എന്താ പറ്റിയെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് വഴിയരികിൽ ഒരു പയ്യൻ ഒരു പെണ്ണിനെ മോശമായ രീതിയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ നന്ദു ഇടപെട്ടു, അങ്ങനെ അടിച്ചൊതുക്കി, അതുകൊണ്ട് കേസെടുത്തു, അങ്ങനെയാണ് നന്ദു ലോക്കപ്പിലായെന്ന്. അപ്പോൾ കനക പറയുകയാണ് അത് നല്ല കാര്യമല്ലേ, പിന്നെ എന്തിനാ അവൾക്കെതിരെ കേസെടുത്തതെന്ന്. അപ്പോൾ നവ്യ പറയുകയാണ് നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ കേസ് വന്നപ്പോൾ ആ പെൺകുട്ടി അയാൾക്കെതിരെ ചേർന്ന് മൊഴി കൊടുത്തു നന്ദുവിനെതിരെ, അങ്ങനെയാണ് നന്ദു ലോക്കപ്പിലായി. അങ്ങനെയാണ് നന്ദുവിനെ കുടുക്കിയത്, മനഃപൂർവ്വം നന്ദുവിനെ കുടുക്കിയതാണ്, അങ്ങനെയാണ് അവൾ ലോക്കപ്പിലായെന്ന് നവ്യ പറയുന്നു. ഇതിൻ്റെ പിന്നിൽ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയായിരിക്കുമെന്ന്. അപ്പോൾ നയനയും പറയുകയാണ് നന്ദുവും പറഞ്ഞിരുന്നു ഇതിൻ്റെ പിന്നിൽ അനാമികയും അവളുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കുമെന്ന്. എന്തായാലും ഇന്ന് ജാമ്യത്തിൽ എടുക്കാൻ പറ്റത്തില്ല, നാളെ എടുക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇന്നൊരു ദിവസം സ്റ്റേഷനിൽ നന്ദു ഇരിക്കേണ്ടി വരുമെന്നാണ് ആദർശ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് കനക പറയുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോഴും അവളുടെ അടുത്ത് പറയുമായിരുന്നു റോഡിലൂടെ പോകുമ്പോൾ ഒരു വയ്യാവേലിയും എടുത്ത് തലയിൽ വെക്കരുത് എന്ന്. അപ്പോൾ നയനയും പറയുന്നുണ്ടായിരുന്നു അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, റോഡരികിൽ കൂടി ഒരു പെൺകുട്ടി ആരെങ്കിലും ഇങ്ങനെ മോശമായി സംസാരിച്ച് ആരായാലും ഇടപെടത്തില്ലേ, അപ്പോൾ ആദർശേട്ടനായാലും അത് ഇടപെടും നോക്കിക്കൊണ്ട് നിൽക്കത്തില്ല എന്ന് നയന പറയുന്നു. എന്തായാലും നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ലോ, നാളെ നമുക്ക് കോടതിയിൽ വെച്ച് ജാമ്യം എടുക്കാമെന്ന്. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അവളെ റിമാൻഡ് ജയിലിലേക്ക് കൊണ്ടുപോകില്ലേ എന്നുള്ള ടെൻഷനാണ് നയനയ്ക്കും വീട്ടിലെല്ലാവർക്കും. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്.